ഒരു പെൻഡ്രൈവ് മതി നിങ്ങളുടെ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ OS റീഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നാൽ, ഇപ്പോൾ വിൻഡോസ് ആയിക്കോട്ടെ ലിനക്സ് ആയിക്കോട്ടെ, നമ്മൾ റൂഫസ് അല്ലെങ്കിൽ ബെലേനേച്ചർ എന്നുള്ള സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് പെൻഡ്രൈവിലേക്ക് നമ്മൾ ആ ഇമേജ് ഫയൽ മൗണ്ട് ചെയ്ത് വൺ ടൈം യൂസ് ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറൊരു OS കയറ്റണമെന്നുണ്ടെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്ത് അടുത്ത OSനകത്തേക്ക് മൗണ്ട് ചെയ്യണം. റൂഫസും ബെലേനേച്ചർ വെച്ച് തന്നെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വഴി എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന എല്ലാ ഇമേജ് ഫയലുകളും റൈറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ പെൻഡ്രൈവിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നാണ്. ഇപ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ധാരാളം പെൻഡ്രൈവ് കൊണ്ട് നടക്കേണ്ടി വരും. പകരം ഈ OS എല്ലാം കൂടെ ഒരു പെൻഡ്രൈവിൽ നിങ്ങൾക്ക് കൊണ്ട് നടക്കാൻ പറ്റും. അതെങ്ങനെയെന്നല്ലേ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ OSകൾ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്ന പെൻഡ്രൈവാണ് മൾട്ടി ബൂട്ട് പെൻഡ്രൈവ് എന്ന് പറയുന്നത്. നമുക്ക് ഈസിയും ഫ്രീയും ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു മൾട്ടി ബൂട്ട് പെൻഡ്രൈവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു പെൻഡ്രൈവ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 64 GB ഒരു പെൻഡ്രൈവാണ്. ഏത് സൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് സിസ്റ്റത്തിലേക്ക് പോകാം. ഞാൻ ഈ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. പെൻഡ്രൈവ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പറയുന്ന എൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള പെൻഡ്രൈവ് ഇവിടെ വേറൊരു ഫോൾഡർ ഉണ്ട്, ISO എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വിൻഡോസ് ലിനക്സ് അതിൻ്റെയൊക്കെ ഇമേജ് ഫയലുകളാണ്. ഇതെല്ലാമാണ് നമ്മൾ മൗണ്ട് ചെയ്തിട്ട് സാറിന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഒരു പെൻഡ്രൈവിൽ തന്നെ നമുക്ക് ഇതെല്ലാം ലോഡ് ചെയ്യാം. അതിന് നമ്മുടെ പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്ത് ആണ്. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് പെൻഡ്രൈവ് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിത് ഫോർമാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഗൂഗിളിൽ പോവുക. വെൻറ്റോയ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇതൊരു ഓപ്പൺ സോഴ്സ് ടൂളും കൂടാണ്. അതായത് ഫസ്റ്റ് ലിങ്ക് തന്നെ അതിൽ ഡൗൺലോഡ്സിൽ ഇവിടെ പോയാൽ മതി. ഓക്കെ, നമുക്കിതിൽ വേണ്ടത് വെൻറ്റോയ് വിൻഡോസ് എന്നുള്ളതാണ്. നിങ്ങൾ ലിനക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലിനക്സ് തന്നെ എടുക്കുക. ഇവിടെ വിൻഡോസ് ആണ്. ഒരു സോഴ്സ് ഫോർജ് എന്നുള്ള സൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെ ഡൗൺലോഡ് ലേറ്റസ്റ്റ് വെർഷൻ എടുക്കുക. ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഇത് വെയിറ്റ് ചെയ്യുക. വെൻറ്റോയ് എന്ന് പറഞ്ഞത് എടുക്കുക. ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഇതൊക്കെയാണ് വെൻറ്റോയുടെ ഫയൽ. ഇത് കോപ്പി ചെയ്ത് ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ISO എന്നുള്ള ഫോൾഡറിൽ തന്നെ കൊണ്ടിടുക. ഓപ്പൺ ചെയ്യുക. ഈ പറഞ്ഞ വെൻറ്റോയ് 2 ഡിസ്ക് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് റൺ ചെയ്യുക. യെസ് കൊടുക്കുക. ഇതിൽ നമ്മുടെ പെൻഡ്രൈവ് ഏതാണെന്ന് കാണിക്കും, വെൻറ്റോയുടെ പാക്കേജ് ഏതാണെന്ന് കാണിക്കും. നമുക്ക് ഈ ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ പുതിയ വെർഷൻ വന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ഡേറ്റ് വെർഷൻ. ഇത് നമ്മുടെ പെൻഡ്രൈവ് കറക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഡിവൈസ് വിൽ ബി ഫോർമാറ്റഡ് ആൻഡ് ഓൾ ദ ഡേറ്റ വിൽ ബി ലോസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മളുടെ യെസ് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി വാണിംഗ് കാണിക്കും. യെസ്, വെൻറ്റോയ് ഡ്രൈവായി. കൺഗ്രാജുലേഷൻസ്, വെൻറ്റോയ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ഓൺ ഡിവൈസ് എന്നുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നോ. ഇനിയിപ്പോൾ നമുക്കിവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ ഈ വെൻറ്റോയ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ നേരത്തെ കോപ്പി ചെയ്തിരുന്ന ഓരോ ഇമേജ് ഫയലുകളുണ്ട്, അതെല്ലാം കോപ്പി ചെയ്യുക. അങ്ങനെ ISO ഫയലെല്ലാം കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാം. എൻ്റെ ക്യാപ്ചർ കാർഡിൻ്റെ ബൂട്ട് മെനു വിഷ്വൽ എടുക്കത്തില്ല. അപ്പോൾ ഞാൻ ക്യാമറയിലേക്ക് മാറേണ്ടി വരും, ഇപ്പോൾ എൻ്റെ ഫോൺ ക്യാമറയിലേക്ക്. അപ്പോൾ ഇത് ബൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ 3 ISO ഫയൽ ഇട്ടിട്ടുണ്ട്. വിൻഡോസ് 10ഉം വിൻഡോസ് 11ഉം ഒരു കാലി ലിനക്സിൻ്റെയും. നമുക്ക് തൽക്കാലം ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാം. നമുക്കിത് തൽക്കാലം ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് എൻ്റെ സിസ്റ്റത്തിൽ F11 ആണ്. അപ്പോൾ F11 ഇനിയും കൂടെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബൂട്ട് ഡിവൈസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് USB സെലക്ട് ചെയ്യാം. എൻ്റർ അടിക്കുക. ഇതാണ് വെൻറ്റോയുടെ UI. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടതുപോലെ വിൻഡോസ് 10, വിൻഡോസ് 11, കാലി ലിനക്സിൻ്റെ എല്ലാത്തിൻ്റെയും ISO റണ്ണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പിന്നെ ഏത് വേണമെന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതുപോലെ എത്ര OS വേണമെങ്കിലും ഇതിൽ ലോഡ് ചെയ്തുകൊണ്ട് കിടക്കാം. എപ്പോഴും ഫോർമാറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടി ബൂട്ട് പെൻഡ്രൈവ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈസിയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് ഇനിയും വേറൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.